നിലമ്പൂർ അഗ്നിരക്ഷാ നിലയത്തിന് സ്വന്തമായി കെട്ടിടമായില്ല. നഗരസഭ കോമ്പൗണ്ടിനുള്ളിൽ നിന്നും മാറ്റാൻ നഗരസഭയുടെ നോട്ടീസ്. നിലമ്പൂർ മിനി സിവിൽ സ്റ്റേഷന്റെ 3-ാം നിലയിലേക്ക് മാറ്റണമെന്നാണ് ആവശ്യം. കഴിഞ്ഞ 20 വർഷമായി നിലമ്പൂർ അഗ്നിരക്ഷാ നിലയം പ്രവർത്തിക്കുന്നത് നിലമ്പൂർ നഗരസഭാ കാര്യാലയ കോമ്പൌണ്ടിലെ കെട്ടിടത്തിലാണ്. ഒന്ന് നിന്നു തിരിയാൻ പോലും ജീവനക്കാർക്ക് സൌകര്യമില്ലാത്ത കെട്ടിടത്തിലാണ് 42ഓളം ജീവനക്കാർ കഴിയുന്നത്. കൂടാതെ ഓഫീസ് പരിസരത്ത് വാഹനങ്ങൾ പോലും ഇടാൻ സ്ഥലമില്ലാത്ത അവസ്ഥയുമുണ്ട്. 14ഓളം സർക്കാർ ഓഫീസുകൾ പ്രവർത്തിക്കുന്ന നിലമ്പൂർ മിനി സിവിൽ സ്റ്റേഷന്റെ 3-ാം നിലയിലേക്ക് അഗ്നിരക്ഷാ നിലയം മാറ്റേണ്ടി വന്നാൽ ഇതിലും ദുരിതമായി മാറും. ഭിന്നശേഷി കുട്ടികൾക്കായി നിലവിൽ അഗ്നിരക്ഷാ യൂണിറ്റ് പ്രവർത്തിക്കുന്ന കെട്ടിടം ഉപയോഗപ്പെടുത്താനാണ് നഗരസഭ ലക്ഷ്യമിടുന്നത്. 2005 ഡിസംബറിൽ അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ് നിലമ്പൂരിലെ അഗ്നിരക്ഷാ നിലയം ഉദ്ഘാടനം ചെയ്തത്. അന്ന് നഗരസഭയുടെ കമ്മ്യൂണിറ്റി ഹാൾ പ്രവർത്തിച്ചിരുന്ന സ്ഥലത്താണ് താൽക്കാലികമായി അഗ്നിരക്ഷാ സേന ഓഫീസ് പ്രവർത്തനം തുടങ്ങിയത്. പിന്നീട് പുതിയ നഗരസഭാ കാര്യാലയം ഇവിടെ യാഥാർത്ഥ്യമാക്കിയപ്പോൾ അഗ്നിരക്ഷാ നിലയം പ്രവർത്തിച്ചിരുന്ന കമ്മ്യൂണിറ്റി ഹാൾ പൊളിച്ചു നീക്കി. ഇതേ തുടർന്നാണ് പരിമിതമായ സൌകര്യങ്ങൾ മാത്രമുള്ള നഗരസഭാ കാര്യാലയ കോമ്പൌണ്ടിലെ ചെറിയ കെട്ടിടത്തിലേക്ക് മാറ്റിയത്. കഴിഞ്ഞ 7 വർഷമായി ഇവിടെയാണ് അഗ്നിരക്ഷാ നിലയം പ്രവർത്തിച്ചു വരുന്നത്. നിലമ്പൂർ അഗ്നിരക്ഷാ നിലയം 21ാം വർഷത്തിലേക്ക് കടക്കുമ്പോഴും ഇവിടെ നിന്നും സ്വന്തം കെട്ടിടത്തിലേക്ക് മാറുക എന്ന ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. ഇതിനായി ജനപ്രതിനിധികളുടെ ഭാഗത്തുനിന്നും കാര്യക്ഷമമായ ശ്രമം ഉണ്ടാവാത്തതാണ് കാരണം. നിലമ്പൂർ മണ്ഡലത്തിന് പുറമെ ഏറനാട് മണ്ഡലത്തിലെ ചാലിയാർ, വണ്ടൂർ മണ്ഡലത്തിലെ മമ്പാട് പഞ്ചായത്തിലുൾപ്പെടെ തീപിടുത്തങ്ങൾ ഉണ്ടാകുമ്പോൾ ഓടിയെത്തുന്നത് നിലമ്പൂർ അഗ്നിരക്ഷാ നിലയത്തിലെ ജീവനക്കാരാണ്. കവളപ്പാറ ദുരന്തത്തിനുൾപ്പെടെ ഇവർ ചെയ്ത സേവനം വലുതാണ്. അഗ്നിരക്ഷാ നിലയത്തിന് സ്വന്തമായി സ്ഥലം കണ്ടെത്തി കെട്ടിടം യാഥാർത്ഥ്യമാക്കേണ്ടത് ജനപ്രതിനിധികളുടെയും സർക്കാരിന്റെയും ഉത്തരവാദിത്തമാണ്. ഈസ്റ്റ് ലൈവ്, നിലമ്പൂർ. വെഡിംഗ് ആഭരണങ്ങൾ, ലൈറ്റ് വെയ്റ്റ് ഡെയിലി വെയർ ആഭരണങ്ങൾ, ഡയമണ്ട് ആഭരണങ്ങൾ എന്നിവ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഹയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ബണ്ടൂർ ആൻഡ് എലങ്കൂർ.